Hi guys, my name is Safa Nasrin. I'm an ACCA finalist. So welcome back to my channel. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ACCA ജേർണിയാണ്. ഞാൻ ആക്ച്വലി സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ACCA എടുത്ത സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോമൺലി സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു സംഭവമാണ്, സയൻസ് എടുത്തവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ, വാട്ട് ഇത് ACCA പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആക്ച്വലി 10th പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ്. കോമൺലി നമ്മൾ കേട്ട് വരുന്ന കുറേ കൈൻഡ് ഓഫ് പ്രൊഫഷൻസ് ആണ് ഇത്, ഡോക്ടർ എഞ്ചിനീയർ എന്നുള്ളത്. അതുകൊണ്ട് അതാവണം എന്നായിരുന്നു. ആൻഡ് 10th മാർക്കുള്ളതുകൊണ്ട് +2 ഞാൻ സയൻസ് എടുത്തു. ആൻഡ് നോർമലി എനിക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. എനിക്ക് തിയറി പേപ്പേഴ്സ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ഞാൻ തിയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ സയൻസ് എടുത്തത് എന്നുള്ളത് പറയാം. ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി പഠിക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ എല്ലാവരും പറഞ്ഞു സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും തിരിയാം എന്നുള്ളൊരു രീതിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സയൻസ് എടുക്കാം എന്നുള്ളത്. കാരണം പ്രത്യേകിച്ചൊരു എയിമൊന്നുമില്ല, ഇന്നത് എടുക്കണം ഇന്നതാവണം എന്ന് പറയുന്നൊരു എയിം ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ സയൻസിൽ പോയി എടുത്തതാണ്. +2 കഴിഞ്ഞതോടുകൂടി പിന്നെ എനിക്ക് ഈ പറയുന്ന സയൻസ് എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ കൊമേഴ്സ് നോക്കിയത്. ആൻഡ് കൊമേഴ്സിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, CA ഉണ്ട്, CMA ഉണ്ട്, ACCA ഉണ്ട്, CS ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് ശരിക്കും കൺഫ്യൂഷൻ ആയിരുന്നു. ACCA CA എന്ന് പറയുന്നതായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നല്ലെങ്കിൽ ACCA എടുക്കാം അല്ലെങ്കിൽ CA എടുക്കാം എന്നുള്ളത്. ACCA നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയി ചൂസ് ചെയ്തത് CA ആയിരുന്നു. ആൻഡ് ഞാൻ CAക്ക് പോയിട്ടുണ്ടായിരുന്നു. 1 ഇയറോളം ഞാൻ CA ചെയ്തു. അങ്ങനെ ഞാൻ CAക്ക് പോയി തുടങ്ങി. എനിക്ക് ആദ്യത്തെ 5 ദിവസത്തെ ക്ലാസ് അക്കൗണ്ട്സ് ബേസിക്സ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അക്കൗണ്ട്സിനെ പറ്റിയിട്ട് ABCD ഒന്നും അറിയത്തില്ല. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. സോ ആദ്യത്തെ 5 ദിവസം ബേസിക്സ് ആയിരുന്നു. ബേസിക്സ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളങ്ങനെ മെയിൻ ക്ലാസ്സസിലോട്ട് അങ്ങനെ കടന്നത്. ആൻഡ് ആ ബേസിക്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയടിക്ക് CAക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു തേങ്ങി മനസ്സിലാവില്ല. പക്ഷേ ഈ ബേസിക്സ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വലി അറിയാം. നമ്മളും ഈ പറയുന്ന പോലെ കൊമേഴ്സിൽ നിന്ന് വന്ന പിള്ളേരുടെ പോലെ ആക്കിയെടുക്കും അവർ. ഈ കൊമേഴ്സിൽ 2 വർഷം എടുത്തിട്ട് ഇവർ പഠിക്കുന്ന സാധനം 5 ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുകയാണ്. ആൻഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണോ അത് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത്രയും കുറച്ച് സിലബസ് ഉള്ളൂ പഠിക്കാൻ. അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോൾ ഡെബിറ്റ് ചെയ്യണം, എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, എന്താക്കണം ഏതാക്കണം എന്നുള്ളതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ കുറേ വേർഡിങ്സ് ഉണ്ട്, ഇപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ഡ്രോയിങ്സ്, അങ്ങനത്തെ കുറേ വേർഡിങ്സ്. അതൊക്കെ നമ്മൾ ഈ പറയുന്ന 5 ദിവസത്തെ ബേസിക് ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ CA എക്സാംസ് എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫൗണ്ടേഷൻ എഴുതി കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി കിട്ടിയില്ല. ആൻഡ് ഈ കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം CA എന്ന് പറയുന്ന എക്സാം ഒരു പേപ്പറിൽ 1 മാർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫെയിലായി, അഗ്രിഗേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫെയിലായി എന്ന് പറയുന്ന സംഭവം. ഫോർ മീ ഞാൻ CA ഫൗണ്ടേഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇൻ്ററും ഫൈനലിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാത്തിലും പാസ്സായി പോവായിരുന്നു. ബട്ട് ഈ പറയുന്ന മാത്സിൽ എനിക്ക് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. CA ഫൗണ്ടേഷനിൽ നമുക്ക് മാത്സ് വരുന്നുണ്ട്, അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. ഞാനൊരു 38-36 ആ ഒരു റേഞ്ചിലായിരുന്നു 2 അറ്റംപ്റ്റിലായിട്ട് ഞാൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ അഗ്രിഗേറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, 185 ആ ഒരു സംഭവമായിരുന്നു. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ CAക്ക് വേണ്ടിയിട്ട് എൻ്റെ 1 വർഷം വെറുതെ വേസ്റ്റ് ആയി പോയല്ലോ എന്നുള്ളൊരു രീതിക്ക്. ഞാൻ അതിനെ പറ്റിയിട്ട് ഇതുവരെ റിഗ്രറ്റ് അടിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ CAക്ക് പോയത് അത്രയും ഉപകാരമായിരുന്നു. എനിക്ക് കുറേ നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റി എന്നല്ലാണ്ട് എനിക്ക് അവിടെ ഒന്നും വേസ്റ്റായി പോയിട്ടില്ല. നമ്മൾ 1 വർഷം നമ്മൾ ശ്രമിച്ചു, നമുക്ക് കിട്ടിയില്ല. സോ നമ്മളത് ഡ്രോപ്പ് ചെയ്തു, നമ്മൾ വേറൊരു ഇതിലോട്ട് വന്നു. ആൻഡ് ഇപ്പം ഞാൻ CAക്ക് പോവാണ്ട് ഡയറക്റ്റ്ലി ACCA എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നോളേജും സ്കില്ലും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടായിരിക്കില്ല. ഞാൻ വിചാരിച്ചൊരു സംഭവം നമുക്ക് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നേരം ഇരുന്നിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ ACCA ചൂസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ കുറേ അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ടും എത്ര പേര് പഠിക്കുന്നുണ്ട് CA. അപ്പോൾ അതൊക്കെ
ഒരു കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു ഇതിൽ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ACCA ചൂസ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ ഞാൻ ACCAയിലോട്ട് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന പേപ്പർ BT ആണ്. അപ്പോൾ എനിക്ക് BT വലിയ കാര്യമായിട്ട് ടഫ്നെസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. BT കാരണം തിയറി ആണല്ലോ, പക്ക തിയറിയാണ്. അപ്പോൾ പക്ക തിയറി ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് BT ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പഠിച്ചൊരു പേപ്പറായിരുന്നു. ഞാൻ അതിൻ്റെ എക്സാം എഴുതി. എക്സാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. കാരണം ഈ പറയുന്ന ഫസ്റ്റത്തെ നോളേജ് ലെവലിലെ പേപ്പേഴ്സ്, പിന്നെ സ്കില്ലിലെ ലോ എന്ന് പറയുന്ന പേപ്പറും, അങ്ങനെ 4 പേപ്പേഴ്സ്, ACCAയുടെ 4 പേപ്പേഴ്സ് ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ എക്സാം എഴുതി കഴിയുന്നു അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഞാൻ ശരിക്കും ഈ പറയുന്ന എക്സാം എഴുതി കഴിഞ്ഞ പാടെ തന്നെ എൻഡ് എക്സാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കലില്ല. നോർമലി എപ്പോഴാണോ എക്സാം 2 hours കഴിഞ്ഞിട്ട് ഓഫ് ആവുന്നത് അന്നേരം തന്നെ റിസൾട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ ഇരിക്കല്. ആൻഡ് അങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താ, ഓക്കെ എനിക്ക് എന്തായാലും ഒരു 70 above മാർക്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ജസ്റ്റ് പാസ്സാണ്. എനിക്ക് 53 മാർക്സ് ഉണ്ടായിട്ടുള്ളൂ. ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ACCA. നമ്മൾ വിചാരിച്ച് എന്താ ഓക്കെ നല്ല രീതിക്ക് മാർക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ 53ക്കാണ് പാസ്സായത്. അപ്പോൾ തിയറി പേപ്പേഴ്സ് ലൈക്ക് എന്താണെന്ന് പറയുക, നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻസ് നമുക്ക് തോന്നും ശരിയാണെന്നുള്ളത്. അങ്ങനെയാണ് തിയറി പേപ്പേഴ്സിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ആൻഡ് അത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഓപ്ഷനാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് പാസ്സാവും അല്ലെങ്കിൽ 70 above ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു തിയറി അല്ലെങ്കിൽ ഫസ്റ്റത്തെ എൻ്റെ ഒരു പേപ്പറിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. BT കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ MA ആയിരുന്നു. MA കഴിഞ്ഞിട്ട് പിന്നെ FA, അത് കഴിഞ്ഞിട്ടായിരുന്നു ലോ. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, നിങ്ങളിപ്പോൾ സയൻസ് സ്ട്രീം എടുത്തിട്ട് ഡയറക്റ്റ്ലി ACCAക്ക് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ FA എന്ന് പറയുന്ന പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ BTയിലോട്ട് വരുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും അവിടെ പഠിക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറേ വേർഡിങ്സ് പുതിയതായിട്ട് തോന്നും. ഇപ്പോൾ എസെറ്റ് ആണെന്നുണ്ടെങ്കിലും ലേബിലിറ്റി, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇതൊന്നും ഒരിക്കലും ഒരു സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടിക്ക് അറിയത്തില്ല. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് സയൻസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക ഓക്കെ നമ്മുടെ തലസ്ഥാനം അതാണ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ എന്താ ഡ്രോയിങ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല എന്താണ് ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഈ പറയുന്ന BTയോ MAയോ എടുക്കാണ്ട് ഞാൻ പറയും ആദ്യം തന്നെ നിങ്ങൾ എന്തെടുക്കുന്നതാണ് നല്ലത്, FA എന്ന് പറയുന്നത് എടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെയാണ് നമ്മൾ ബേസിക്സ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ BT അല്ലെങ്കിൽ MA എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെബിറ്റും ക്രെഡിറ്റും അറിയേണ്ട കാര്യമില്ല. MA കാണുന്നുണ്ടെങ്കിലും BT കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ FA കാണാൻ അതിൻ്റെ ആവശ്യം. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ബേസിക്സ് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? FA എന്ന് പറയുന്ന ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ പറയുന്ന ബേസിക്സ് തൊട്ടിട്ടാണ് ക്ലാസ് എടുത്ത് പോകുന്നുണ്ടായിരിക്കാം. നോർമലി ഐ ഗെസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെയാണ്. ഇപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ബേസിക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടെ ബേസിക്സ് എടുത്തിട്ടായിരിക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവുക. പക്ഷെ കൂടെ ബേസിക്സ് എടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ആദ്യം തന്നെ അവർക്ക് ബേസിക് ക്ലാസ് കൊടുത്തിട്ട് അതിനുശേഷമായിരിക്കും. അപ്പം നിങ്ങളത് ചോദിക്കാം. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് ബേസിക്സ് തരുന്നുണ്ടോ, ഞാൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്, എനിക്ക് ബേസിക്സ് ഇങ്ങനെ തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുക. അത് നോർമലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ബേസിക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാംസ് എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, തേർഡ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും എന്നെ കൊണ്ട് ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. അന്നേരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി നോക്കിയാൽ മതി. അല്ലാതെ നാട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ പറയുന്നുണ്ടായിരിക്കും ലൈക്ക് നീ ഇതിലിരുന്നിട്ട് വലിയ കാര്യമില്ല, നിനക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു സംഭവം വെച്ചിട്ട് നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആക്ച്വലി കിട്ടും എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചാൽ കിട്ടും എന്ന് തോന്നുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കരുത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. എന്ന് വിചാരിച്ച് നമ്മൾ വർഷാവർഷം ഇതിന്മേൽ ഇരിക്കണം എന്നുള്ളതല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, നമ്മൾ ആ കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. ഇതിപ്പോൾ ഒരാൾ ഗൈഡ് ചെയ്ത് തരുന്നതിനെക്കാട്ടിലും കൂടുതൽ അവനവന് മനസ്സിലാവും നമുക്കത് പറ്റുമോ നമുക്കത് പറ്റില്ലേ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റൂട്ട് ചൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം ഒന്നല്ല. നമുക്ക് പറ്റാത്തൊരു സംഭവം നമ്മൾ നിർത്തിപ്പോകുന്നു, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് CA പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് നിർത്തിപ്പോന്നു. ആൻഡ് ഞാൻ ACCA ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ ഭാവിയിൽ എനിക്ക് CA ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം.
അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും പലതും. നമുക്ക് ഇവിടെ എല്ലാം നമ്മുടെ കരിയർ എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ചൂസ് ചെയ്ത് പോവുക. നമുക്ക് ഇതിനേക്കാൾ ബെസ്റ്റ് പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. സോ ഇങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി സയൻസ് എടുത്തിട്ട് ACCA ചൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. ആൻഡ് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു എന്ന് വരത്തില്ല. ദാറ്റ്സ് ഓക്കെ, ഫൈൻ തിങ്. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ആൻഡ് മൂവ് ഓൺ. ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ACCAയിലോട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നോർമലി ഞാൻ എന്നോട് ചോദിക്കുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറയൽ ആ ഒരു പേപ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല, അവർക്ക് ഏത് പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ചിട്ട് പോവാൻ നോക്കുക. ഓക്കെ, ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ACCA എന്ന് പറയുന്ന കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ സയൻസ് എടുത്തിട്ട് ഫുൾ A+ കിട്ടി വന്ന ആളാണെന്നുണ്ടെങ്കിലും, കൊമേഴ്സ് എടുത്ത് ഫുൾ A+ കിട്ടി വന്ന ആളാണെന്നുണ്ടെങ്കിലും, ഹ്യൂമാനിറ്റീസ് എടുത്ത് വന്ന ആണെന്നുണ്ടെങ്കിലും എല്ലാം തുല്യമാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇതുവരെ നിങ്ങൾ എന്തുണ്ടാക്കി എന്നുള്ളതിൽ യാതൊരു കാര്യമില്ല. ഇനി അങ്ങോട്ട് പഠിക്കുക. ഇത്രയും പാസ് പെർസെൻറ്റേജ് വേണം നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഓക്കെ, നിങ്ങൾ പാസ്സായാൽ മതി. നിങ്ങളിപ്പോൾ ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ ഈ പറയുന്ന 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് CA എടുക്കാം, നിങ്ങൾക്ക് ACCA എടുക്കാം. അവിടെ നിങ്ങൾക്ക് +2ൽ എത്ര മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് ഡസൻ മാറ്റർ. സോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളത് ചൂസ് ചെയ്യാം, നിങ്ങളത് പഠിച്ചു തുടങ്ങാം. ഇനി അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ എന്തുണ്ടാക്കി, ഇതുവരെ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങി എന്നുള്ളത് ഒരു കാര്യമില്ല. എവിടെയും കൊണ്ടുപോയി എഴുതി വെക്കാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് എങ്ങനെയായിരുന്നു ACCAയിലോട്ട് വരുമ്പോൾ എന്നുള്ളൊരു സംഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. ആൻഡ് പലർക്കും പല രീതിക്കായിരിക്കും, പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അത്രയേ ഉള്ളൂ. ഐ തിങ്ക് ഇനിയിപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു കുട്ടികൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സയൻസ് എടുത്തുകൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വേണ്ടല്ലോ. സയൻസ് എടുത്തവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു സംഭവമാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഭയങ്കര നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരാളല്ല. എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കും അത് പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ആൻഡ് നിങ്ങൾക്ക് പറ്റും. നോളേജ് ആണെന്നുണ്ടെങ്കിലും സ്കില്ലാണെന്നുണ്ടെങ്കിലും P ലെവൽ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം, നമ്മൾ കുറച്ച് പഠിക്കണം, കുറച്ചധികം സമയം എടുക്കണം എന്നുള്ളൊരു സംഭവമുള്ളൂ. അതിനൊക്കെ റെഡിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ്സാകാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക ACCA എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു കോഴ്സ് നല്ലതാണ് അവിടെ പൊക്കോ എന്ന് പറഞ്ഞയക്കുന്നതോട് നിങ്ങൾ വരരുത്. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആക്ച്വലി ചൂസ് ചെയ്യാം. അല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ഒരാളുടെ ഇഷ്ടപ്രകാരം വന്ന് ചേരാണ്ടിരിക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.